ഹായ്, ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ലാബ് 0, ലാബ് 1, ലാബ് 2, ലാബ് 4, ലാബ് 8 തുടങ്ങിയ ഫസ്റ്റ് ഇയർ ലാബുകളും ലാബ് 18, ലാബ് 24, ലാബ് 26, ലാബ് 29, ലാബ് 32 തുടങ്ങിയ സെക്കൻഡ് ഇയർ ലാബുകളും വിശദമായി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ലാബുകൾ ഒബ്സർവേഷൻ ബുക്കിൽ എങ്ങനെ രേഖപ്പെടുത്തണം എന്നും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോസ് എല്ലാം അടങ്ങുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്കത് കാണാം. അതുപോലെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്നും സിലബസ് എന്താണെന്നും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഭംഗിയായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 1 നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അത് എങ്ങനെ ആൻസർ ബുക്കിൽ രേഖപ്പെടുത്താം എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ലാബുകളുടെ സൊല്യൂഷൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ 2022 ലാബ് 1 നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അവ എങ്ങനെ നമ്മുടെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്താം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഒരു ലാബിൽ നിന്ന് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഒരു ലാബിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഒന്ന് ചുരുക്കി പറയാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 ലാബ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച 6 ലാബ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ലാബിൽ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഏതെങ്കിലും 4 ലാബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ 4 ലാബ് മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 5ാമത്തെ ലാബ് ആൻസർ ചെയ്താലും അത് മാർക്കിന് പരിഗണിക്കത്തില്ല. നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ആൻസർ ചെയ്യുന്ന 4 ലാബിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് 32 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് 40-ന് 40 മാർക്കും കിട്ടും. കാരണം ബാക്കിയുള്ള 4 മാർക്ക് നിങ്ങളുടെ ഒബ്സർവേഷൻ ബുക്കിനും 4 മാർക്ക് വൈവയ്ക്കുമാണ്. എങ്ങനെയാണ് വൈവ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും പ്ലേലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഓരോ ലാബിൽ നിന്നും ഈ വർഷം ആസ് പെർ ന്യൂ പാറ്റേൺ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആ 8 മാർക്കിന് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ആ ലാബിലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതിന്റെ കീ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലാബ് 1 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ Q1 ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് ഇങ്ങനെ ഹെഡിങ് ഉണ്ടായിരിക്കും. അതായത് 1ാമത്തെ ലാബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ സ്റ്റെപ്പ് എല്ലാം വിശദമായി നിങ്ങൾക്ക് നൽകും. അതായത് പ്രൊസീജിയർ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. അതിന്റെ മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. സോ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to root x. അതിന്റെ കമാൻഡ് പോലും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അല്ല എങ്കിലും നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ ലാബ് ചെയ്യുന്നതാണല്ലോ. സോ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. അത് നിങ്ങൾ അറിയണം. ആപ്ലിക്കേഷൻസ് എടുക്കുക, എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. ഓക്കെ, ജിയോജിബ്ര വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to root x. അപ്പൊ f എന്നൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് റൂട്ട് എക്സ് എന്ന് കൊടുത്താൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ f എന്ന് തന്നെയാണ് അതിനകത്ത് വരുന്നത്. സോ ജസ്റ്റ് റൂട്ട് എക്സ് എന്ന് എങ്ങനെയാ ടൈപ്പ് ചെയ്യുന്നത്? SQRTX. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് റൂട്ട് എക്സിന്റെ ഗ്രാഫ് ഇവിടെ കാണുവാൻ സാധിച്ചു. അതിന്റെ ഓൾജിബ്ര ഇവിടെ കാണാനും സാധിച്ചു. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to root x. f of x എന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇല്ല എങ്കിലും ഫസ്റ്റ് ഫംഗ്ഷൻ എല്ലായ്പ്പോഴും എന്ന് തന്നെയാണ് വരുന്നത്? f എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ക്രിയേറ്റ് എ സ്ലൈഡർ എ. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ടൂൾ ബാർ. ഇതിൽ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കി വരിക. പക്ഷെ പ്രാക്ടിക്കൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക് പെട്ടെന്ന് തന്നെ സ്ലൈഡർ എവിടെയാണ് ഉള്ളത് നമുക്കറിയാം. അത് സെലക്ട് ചെയ്ത് സ്ലൈഡർ ക്ലിക്ക് ചെയ്ത് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഒരു സ്ലൈഡറിന് മാത്രമേ വന്നിട്ടുള്ളൂ. മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ 5. ഇൻക്രിമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഓക്കെ. വീണ്ടും നമ്മൾ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും സ്ലൈഡേഴ്സ് വരും. നമുക്ക് ഒരു സ്ലൈഡർ മതി. അപ്പൊ ഈ പ്രോസസ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് 3, പ്ലോട്ട് ദ പോയിന്റ്. 3 പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് A,0. അപ്പൊ നമ്മുടെ ഇൻപുട്ട് അവിടെ എന്ത് ചെയ്യണം? ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ക്യാപിറ്റൽ എ ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് A,0. വീണ്ടും നമ്മൾ ആദ്യം കൊടുക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് ഡിഫോൾട്ട് ആയിട്ട് ക്യാപിറ്റൽ എ എന്നേ വരത്തുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റൽ എ എന്ന് ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് ടൈപ്പ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടത്? സ്മോൾ ലെറ്റർ A,0. എന്റർ കൊടുക്കുമ്പോൾ അവിടെ എ എന്ന പേര് തന്നെയാണ് വന്നത്. വന്നില്ല എങ്കിൽ നമുക്കത് റീനെയിം ചെയ്ത് ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പൊ എ എന്ന പോയിന്റ് കിട്ടി. നെക്സ്റ്റ് പറയുന്നത് മറ്റൊരു പോയിന്റ് ബി. എ കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഡിഫോൾട്ട് ആയിട്ട് ബി തന്നെ വരും. എന്താണ് ആ പോയിന്റ്? A,f. വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. A,f. ബ്രാക്കറ്റ് കൊടുത്തു. സ്മോൾ ലെറ്റർ എ കോമ സ്മോൾ ലെറ്റർ എഫ്, അഗൈൻ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എ. ദെൻ എന്റർ ചെയ്യുമ്പോൾ ഗ്രാഫിലുള്ള ഒരു പോയിന്റ് കിട്ടും. അതായത് ഈ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷന്റെ വാല്യൂ ആണ് അവിടെ കാണുന്നത്, ബിയുടെ y കോർഡിനേറ്റ്. അതെന്താണെന്ന് പിന്നാലെ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയി. മൂന്നാമത്തെ പോയിന്റ് z ഈക്വൽ ടു 0,f. തേർഡ് പോയിന്റ് 0,f. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ബ്രാക്കറ്റ് കൊടുക്കുക. 0, സ്മോൾ ലെറ്റർ എഫ്, ബ്രാക്കറ്റിനകത്ത് എ. നേരത്തെ പറഞ്ഞതുപോലെ സ്മോൾ ലെറ്റർ ആണ് വേണ്ടത്. എന്റർ. ഓക്കെ. അപ്പൊ 0,f. അത് സി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. 3 പോയിന്റ് പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ്, ഡ്രോ ദ ലൈൻ സെഗ്മെന്റ്സ് AB ആൻഡ് BC. 2 ലൈൻ സെഗ്മെന്റ് എയും ബിയും കണക്ട് ചെയ്യണം, ബിയും സിയും കണക്ട് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ടൂൾ ബാർ നോക്കി വരുമ്പോൾ ലൈൻ ടൂളിൽ സെഗ്മെന്റ് സെലക്ട് ചെയ്യുക. ലൈൻ ടൂളിൽ സെഗ്മെന്റ്, എന്നിട്ട് എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ബി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ലൈൻ സെഗ്മെന്റ് AB കിട്ടി. അടുത്ത ലൈൻ സെഗ്മെന്റ് BC കാണുന്നതിന് വേണ്ടി ബിയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? സിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈൻ സെഗ്മെന്റ് ABC നമുക്ക് എബിയും BCയും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ്, ഈ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും സി എന്ന പോയിന്റും നമുക്ക് ഷോ ചെയ്യണം. പ്രധാനമായിട്ടും ബി എന്ന പോയിന്റ് സി എന്ന പോയിന്റാണ് ഷോ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഈ ബി എന്ന പോയിന്റ് ഷോ ചെയ്യാൻ ഇവിടെ വെച്ചപ്പോൾ 1, 1 എന്ന് കണ്ടു, പക്ഷെ നമ്മൾ അത് എടുത്ത് മാറ്റുമ്പോൾ കിട്ടുന്നില്ല. അതവിടെ ഷോ ചെയ്യുന്നതിന് വേണ്ടി ആ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വരും. ഓക്കെ. അതിൽ ഇവിടെ നെയിമിന് പകരം നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. സിമിലർലി സി എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. ഓക്കെ. അപ്പൊ സി എന്ന പോയിന്റ് കിട്ടി. ഇതുപോലെ എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുമ്പോൾ എ എന്ന പോയിന്റും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തതായിട്ട് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഷോ ചെയ്യേണ്ടതെന്ന് കിട്ടി. ഇവിടെ ഇങ്ങനെ ക്ലാഷ് വരികയാണെങ്കിൽ ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. സി എന്ന് പറയുന്ന പോയിന്റ് വെച്ചായിരുന്നു നമുക്ക് സി ആണ് ഡ്രാഗ് ചെയ്യേണ്ടത്. സി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ബി ഓക്കെ ആണ് അല്ലേ? അപ്പോൾ 3 പോയിന്റും ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ്, അവിടെ ആ പോയിന്റ്സ് ഷോ ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എങ്കിൽ നമുക്കത് പിന്നീട് ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്തു എന്ന് മാത്രം. അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ ഓൾജിബ്രയിൽ ആ പോയിന്റ്സ് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി, ഇവിടെ f(x) √x ആണ്. ഈ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അത് സ്ലൈഡർ ടൂളിൽ ഏറ്റവും ലാസ്റ്റ് എന്താണ് ഇൻപുട്ട് ബോക്സ്, അത് സെലക്ട് ചെയ്തു വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഫംഗ്ഷൻ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. അത് തിരിച്ചറിയാൻ വേണ്ടി ക്യാപ്ഷൻ നമ്മൾ ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫുൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്താണ്? നമുക്ക് ഈ എഫ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലിങ്ക് ചെയ്യേണ്ടത് ഏതാണ്? എഫ് തന്നെ എഡിറ്റ് ചെയ്യണം അല്ലെ? അല്ലാതെ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്താൽ ശരിയാകത്തില്ല. അപ്പൊ എഫ് സെലക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു.
സിമിലർലി ഈ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, അതാണ് ഈ സ്ലൈഡറിന്റെ വാല്യൂ, ഇത് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി ഇൻപുട്ട് ബോക്സ് ലൈവ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആ സ്ലൈഡറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പുതിയ ഇൻപുട്ട് ബോക്സ്. അപ്പൊ ഇവിടെ സ്ലൈഡർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഏത് വേണോ നിങ്ങൾക്ക് കൊടുക്കാം, അതൊരു കാര്യമുള്ളതല്ല. തിരിച്ചറിയുക, വാല്യൂ എഡിറ്റ് ചെയ്യണം, അതായത് സ്ലൈഡറിന്റെ വാല്യൂ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇൻപുട്ട് ബോക്സ് ഫോം ചെയ്തത്. അപ്പോൾ ഇവിടെ ലിങ്ക് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റർ എ, സ്ലൈഡർ ആണ് അവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബൂം ബട്ടൺ കൊടുത്തില്ലെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻപുട്ട് ബോക്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഇൻപുട്ട് ബോക്സ് എഡിറ്റ് ചെയ്ത് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാം. സ്ലൈഡറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ ഇതെങ്ങനെ ആൻസർ ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തും, അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എക്സാമിനേഷന് ആദ്യം എന്ത് എഴുതുക, Q1 ക്വസ്റ്റ്യൻ നമ്പർ 1 ഏതാണ്, ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്ത സ്റ്റെപ്പ് മൊത്തം എഴുതണ്ട, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് മാത്രം എഴുതുക, അപ്ലെറ്റ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതുക. എഴുതിയിട്ട് മടക്കി വെച്ചുകൊണ്ടിരിക്കരുത്, പേപ്പർ പിന്നീട് വാല്യൂ ചെയ്യും എന്ന തെറ്റിദ്ധാരണ വേണ്ട. ഉടൻ തന്നെ നിങ്ങൾ അവിടെ നിൽക്കുന്ന എക്സ്റ്റേണൽ എക്സാമിനർ, നിങ്ങളുടെ സ്കൂളിൽ അധ്യാപകരും കാണും, പുറമേ നിന്ന് നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വരും. ആ ടീച്ചറെ വിളിച്ച് ഞാൻ അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തു എന്ന് കാണിക്കുക. അപ്പോൾ ടീച്ചർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോട്ട് ചെയ്ത് നിങ്ങൾക്കുള്ള മാർക്ക് ടീച്ചറിന്റെ ഡയറിയിൽ രേഖപ്പെടുത്തും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്വസ്റ്റ്യനും ആൻസർ എഴുതുമ്പോൾ ടീച്ചറിനെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന കേസസിലെല്ലാം തന്നെ അവിടെ ഡ്യൂട്ടിക്കുള്ള എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് നിർബന്ധമായും അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് കാണിക്കുക, പറയുക. അതിനുശേഷം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അത് എഴുതുകയും വേണം. ആൻസർ ഷീറ്റിലാണല്ലോ മാർക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അപ്ലെറ്റഡ് ക്രിയേറ്റിന് അവിടെ പിന്നീട് മാർക്ക് ഇടുമ്പോൾ 4 മാർക്ക് പോസ്റ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആ പോയിന്റ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് കഴിഞ്ഞു, അപ്ലെറ്റ് ക്രിയേറ്റഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2. യൂസിംഗ് എബവ് അപ്ലെറ്റ് വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് √2.3. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണ്ട. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്തിരിക്കും, അത് മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പൊ സപ്പോസ് ഇതാണ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, √2.3യുടെ വാല്യൂ കാണണം യൂസിങ് ദിസ് അപ്ലെറ്റ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ √x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇവിടെ x = 1 ആകുമ്പോൾ √xന്റെ വാല്യൂ എന്ന് പറയുന്നത് b യുടെ y കോർഡിനേറ്റ് ആണ്. അതായത് ഫംഗ്ഷന്റെ വാല്യൂ ഈ x = 1, അതായത് സ്ലൈഡറിന്റെ വാല്യൂ ഇവിടെ 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ തരുന്നത് ആരാണ്, b എന്ന് പറയുന്ന പോയിന്റിന്റെ y കോർഡിനേറ്റ് ആണ്. അതാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം b എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്തത്, a, f(a). ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ b, ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് ആണ്. അതായത് നമുക്ക് √2.3 കാണണമെങ്കിൽ ഫംഗ്ഷൻ എന്ത് തന്നെ കൊടുക്കണം, √x. ഈ വാല്യൂവിന്റെ അവിടെ നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ √2.3. ഈ സ്ലൈഡറിന്റെ വാല്യൂ എഡിറ്റ് ചെയ്ത് 2.3 എന്ന് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഒരുപാട് വാല്യൂ കിടക്കുന്നു. ഇത് ഏതാണ് ആൻസർ, ഇത് √2.3യിൽ ഈ ഫംഗ്ഷൻ കൊടുക്കുന്നു. അതായത് √2.3 എന്ന് പറയുന്നത് b എന്ന് പറയുന്ന കോർഡിനേറ്റിന്റെ y വാല്യൂ, ദാറ്റ് ഈസ് 1.52. അപ്പൊ ഇതെങ്ങനെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്താം, √2.3 ഈക്വൽ ടു എന്താണ്, 1.52 എന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. അവിടെ ഫംഗ്ഷൻ എന്തായിരുന്നു, ഫംഗ്ഷൻ നമ്മുടെ √x എന്നായിരുന്നു. സ്ലൈഡറിന്റെ വാല്യൂ എന്താണ്, 2.3. അപ്പൊ ഇവിടെ വേറെ ഒന്നും രേഖപ്പെടുത്തേണ്ട, ജസ്റ്റ് √2.3യുടെ വാല്യൂ എഴുതുക. ഇനി നിങ്ങളത്തെ എക്സാമിനേഷന് ചിലപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടിക്കിട്ടതെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് √3.4. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഫംഗ്ഷൻ റൂട്ട് തന്നെയാണ്, ഈ വാല്യൂ മാത്രം 3.4 എന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, 3.4. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടുത്തെ b യുടെ y കോർഡിനേറ്റ് എന്താണ്, 1.84. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. √4.5 കാണണമെങ്കിൽ ആ സ്ലൈഡറിന്റെ വാല്യൂ 4.5 എന്ന് കൊടുക്കുക, ആൻസർ 2.12 എന്ന് കിട്ടും. ടിക്ക് ചെയ്തത് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ, അതായത് √2.3 ഈക്വൽ ടു ആ വാല്യൂ എഴുതിയാൽ 2 മാർക്കായി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3.
ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ ടു -2. ഒബ്സർവ് ദ പോയിന്റ്സ് ബി ആൻഡ് സി. സ്ലൈഡറിന്റെ വാല്യൂ -2 എന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. സ്ലൈഡറിന്റെ വാല്യൂ -2 അല്ലെ. അപ്പോൾ ക്യാപിറ്റൽ ബി എന്ന പോയിന്റിനും ക്യാപിറ്റൽ സി എന്ന് പറയുന്ന പോയിന്റിന് എന്ത് സംഭവിക്കുമെന്ന് ഈ ഓൾജിബ്രയിൽ നോക്കി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റർ കൊടുത്തു. എന്റർ കൊടുത്തപ്പോൾ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പോയിന്റും സിയും ഇവിടെ കാണാനില്ല. പക്ഷെ ഇവിടെ ഓൾജിബ്രയിൽ നോക്കിയാൽ മനസ്സിലായി ബി എന്ന് പറയുന്ന അൺഡിഫൈൻഡ്, സി എന്ന് പറയുന്നതും അൺഡിഫൈൻഡ് എന്നാണ്. ഉടൻ തന്നെ ആൻസർ കീയിൽ നമ്മൾ അത് രേഖപ്പെടുത്തുക. ബി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരുന്നു? അൺഡിഫൈൻഡ്. സി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരുന്നു? അൺഡിഫൈൻഡ്. അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? വാട്ട് ഈസ് റിട്ടൺ അഗൈൻസ്റ്റ് ദീസ് പോയിന്റ്സ് ഇൻ ദ ഓൾജിബ്രൈക് വ്യൂ? അത് നമ്മൾ എഴുതി കഴിഞ്ഞു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെഗറ്റീവ് നമ്പറിന് ഡിഫൈൻഡ് അല്ല. അതായത് എങ്ങനെയാണ് ആൻസർ രേഖപ്പെടുത്തേണ്ടത്? സിൻസ് റൂട്ട് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു -2. എക്സിന് -2 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല? നോട്ട് ഡിഫൈൻഡ് അല്ല. നമുക്കറിയാം റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. നെഗറ്റീവ് നമ്പർ വന്നാൽ റൂട്ട് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതാണ് റീസൺ. ഞാൻ ഇവിടെ എക്സിന് -2 കൊടുത്തേ, അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു -2 എന്ന് രേഖപ്പെടുത്തിയാൽ അവിടെ കിട്ടേണ്ട 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. Okay, next question number 4. Using above applet, answer only one question having tick mark from the following. 3 question ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്ക് ഇട്ടിട്ടുള്ളത്. അതിന്റെ ആൻസർ കണ്ടെത്തുക. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. Write the method of finding an approximate value of 4 raised to 1.4 and find its value. കാൽക്കുലേറ്റർ എടുത്ത് കാണാമെന്ന് വിചാരിക്കേണ്ട. കാരണം കാൽക്കുലേറ്റർ എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല, പ്രാക്ടിക്കൽ എക്സാമിനേഷന്. അല്ലെങ്കിലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത അപ്ലെറ്റ് യൂസ് ചെയ്താണ് ഇവിടെ കാണേണ്ടത്. നമുക്ക് കാണേണ്ടത് 4 raised to 1.4ന്റെ വാല്യൂ. അപ്പൊ ഇവിടുത്തെ ബേസിക് ഫംഗ്ഷൻ എന്തായിരുന്നു? നേരത്തെ റൂട്ട് 2.3. അപ്പൊ ഫംഗ്ഷൻ റൂട്ട് എക്സ്. അങ്ങനെയാണെങ്കിൽ 4 raised to സംതിങ് കാണണമെങ്കിൽ ഫംഗ്ഷൻ എന്തെന്ന് കൊടുക്കണം? 4 raised to x. നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം? 4 raised to x. അപ്പൊ നമ്മുടെ ഈ വിൻഡോയിൽ ഈ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? 4 raised to x. 4 ഷിഫ്റ്റ് ക്യാപ്പ് raised to എന്താണ്? x. എന്റർ കൊടുക്കുമ്പോൾ ഗ്രാഫ് ചേഞ്ച് ചെയ്തതായി മനസ്സിലാക്കാം. 4 raised to x. നമുക്ക് വേണ്ടത് എന്താണ്? 4 raised to 1.4. അപ്പൊ സ്ലൈഡറിന്റെ വാല്യൂയിൽ എന്ത് കൊടുക്കണം? 4 raised to something. ആ സംതിങ് എന്ന വാല്യൂ ദാറ്റ് ഈസ് 1.4. 4 raised to 1.4. അപ്പോൾ സ്ലൈഡറിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 1.4. ദെൻ എന്റർ ചെയ്യുമ്പോൾ വാല്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബി എന്ന് പറയുന്നതിന്റെ y കോർഡിനേറ്റ്, ബി എന്ന് പറയുന്നതിന്റെ y കോർഡിനേറ്റ് എന്താണ്? 6.96. അതായത് 4 raised to 1.4 എന്ന് പറയുന്നത് ഉടൻ തന്നെ നമുക്ക് എഴുതാം 6.96. ഇതിനെ ഒന്ന് നമ്മൾ ചെറുതാക്കുമ്പോൾ ആ പോയിന്റ് കാണാൻ സാധിക്കും. അതങ്ങ് മേളിൽ പോയി എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റ് y കോർഡിനേറ്റ് എന്താണ്? 6.96. ഇതെങ്ങനെ രേഖപ്പെടുത്തും? ആൻസർ ഷീറ്റിൽ എഡിറ്റ്. നമ്മൾ ഫംഗ്ഷൻ എങ്ങനെ എഡിറ്റ് ചെയ്തു? 4 raised to x ആൻഡ് സ്ലൈഡർ വാല്യൂവിന്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? 1.4. എങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? y കോർഡിനേറ്റ് ഓഫ് ബി. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ y കോർഡിനേറ്റ് ആണ് ആൻസർ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി 4 raised to 1.4 ഈക്വൽ ടു 6.96. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ y കോർഡിനേറ്റ് ആണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. സിമിലർലി 2 raised to 2.2 കാണണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫംഗ്ഷന് 2 raised to 2.2. അപ്പൊ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് എന്ത് കൊടുക്കണം? 2 raised to x എന്ന് കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? 2 raised to x. എന്റർ. 2 raised to x ന്റെ ഗ്രാഫ് വന്നു. നമുക്ക് വേണ്ടത് 2 raised to 2.2. അപ്പൊ വാല്യൂ എന്ത് കൊടുക്കണം? എഡിറ്റ് ചെയ്ത് 2.2. then enter കൊടുക്കുമ്പോൾ അവിടെ ആൻസർ വരും b യുടെ y കോർഡിനേറ്റ്. b എന്ന് പറയുന്ന പോയിന്റ് y കോർഡിനേറ്റ് 4.59. ആൻസർ ഷീറ്റിൽ എഴുതുക അല്ലേ. എഡിറ്റ് ഫംഗ്ഷൻ ആസ് എന്താണ്? 2 raised to x and a equal to 2.2. so 2 raised to 2.2 equal to 4.59. Similarly 3 raised to 1.3 കിട്ടണമെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യണം? 3 raised to something, 3 raised to x ആൻഡ് സ്ലൈഡറിന്റെ വാല്യൂവിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1.3. ബി യുടെ y കോർഡിനേറ്റ് ആണ് ആൻസർ. അതെന്തായിരിക്കും? 4.17. ഓക്കെ,
ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ 3 മാർക്കായി. ഈ വർഷം നമുക്ക് 8 മാർക്കിനെ ഈ ലാബിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകൂ. കഴിഞ്ഞ വർഷം 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ ലാബിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു അപ്ലറ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചില അപ്ലറ്റുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ചിലത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ലാപ്ടോപ്പിൽ തന്നെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓൾറെഡി എന്താണ് അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്ലറ്റുകൾ തന്നിട്ടുണ്ടായിരിക്കും. ആ അപ്ലറ്റ് ആണ് Q1. നിങ്ങളുടെ ലാപ്ടോപ്പിൽ Q1 എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആ അപ്ലറ്റ് ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്ലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലാപ്ടോപ്പ് നോക്കുമ്പോൾ Q1 ഇങ്ങനെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ Q1 എന്ന അപ്ലറ്റ് ഫംഗ്ഷൻ മെഷീൻ, നിങ്ങൾ ലാബ് 1-ൽ പരിചയപ്പെട്ട ഒരു മെഷീനാണ്. ഈ ലാബിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാനാണ് ഈ ഇൻപുട്ട് ബോക്സ്. വാല്യൂ ഓഫ് എക്സ് എഡിറ്റ് ചെയ്യാനാണ് ഈ ഇൻപുട്ട് ബോക്സ്. ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത് റീസെറ്റ് ചെയ്യാനാണ് ബ്ലൂ ബട്ടൺ. അത് നമുക്ക് ആവശ്യം വരാൻ സാധ്യതയില്ല. അപ്പോൾ മെഷീനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ. യൂസിങ് എബവ് അപ്ലറ്റ്, ആ ഫംഗ്ഷൻ മെഷീൻ യൂസ് ചെയ്ത് ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 2.5. അപ്പൊ ഫംഗ്ഷൻ എന്ത് എന്ന് ഇൻപുട്ട് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ സംതിങ്, സൈൻ എക്സ് എന്ന് ഇൻപുട്ട് ചെയ്യണം. അതായത് ഈ എക്സ് സ്ക്വയറിന് പകരം അവിടെ എന്ത് ഇൻപുട്ട് ചെയ്യണം, സൈൻ എക്സ്. സൈൻ എക്സ്, സൈൻ 2.5 എന്ന് അവിടെ ഇൻപുട്ട് ചെയ്ത് കളയരുത്. അവിടെ ഫംഗ്ഷൻ ആണ്, സൈൻ എക്സ് എന്ന് ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ദെൻ വാല്യൂ, എന്തിന്റെ വാല്യൂ, സൈനിന്റെ ഏത് വാല്യൂ ആണ് വേണ്ടത്, 2.5. അപ്പോൾ അത് വാല്യൂ ഓഫ് എക്സിൽ ഇൻപുട്ട് ചെയ്യുക. അവിടെയാണ് 2.5 എന്ന് കൊടുക്കേണ്ടത്. ചില കുട്ടികൾ ഇവിടെ സൈൻ 2.5 എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കിട്ടില്ല. ഇവിടെയാണ് 2.5. ഓക്കെ, അപ്പൊ എന്റർ കൊടുത്തപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷനായി ഈ വാല്യൂ 2.5. ഈ മെഷീനിൽ ഓപ്പറേഷൻ നടത്തി അതിന്റെ ആൻസർ നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ ഗ്രീൻ ബട്ടൺ അല്ലെ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇവിടെ ഓക്കെയാണ്, ഫംഗ്ഷൻ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാനാണ് ഗ്രീൻ സിഗ്നൽ. ആൻസർ നമുക്കിവിടെ കാണാൻ സാധിച്ചു. സൈൻ 2.5, സൈൻ എക്സിൽ എക്സ് 2.5 ആകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 0.6. അതായത് സൈൻ 2.5 ആണ് 0.6. വളരെ സിമ്പിൾ ആണ്. മെഷീൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ റെഡ് ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ. കോസ് 2.5 നിങ്ങൾക്കറിയാം, ടാൻ 2.5 നമുക്കറിയാം. അപ്പൊ ടാൻ 2.5 എങ്ങനെ കിട്ടുമെന്നു എന്നൂടെ സൂചിപ്പിക്കാം. ടാൻ 2.5 കിട്ടണമെങ്കിൽ ഫംഗ്ഷൻ എന്തെന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം, ടാൻ എക്സ്. അത്രേ ഉള്ളൂ. ടാൻ എക്സ്, ടാൻ എക്സ്, ദെൻ എന്റർ. അപ്പൊ ഫംഗ്ഷൻ മാറി. നമുക്ക് വാല്യൂ 2.5 അല്ലേ, അത് തന്നെയാണ് ഇവിടെ. ജസ്റ്റ് മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. സോ ടാൻ 2.5ന്റെ വാല്യൂ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദാറ്റ് ഈസ് എന്താണ്, ഗസ് ചെയ്യാമോ? ടാൻ 2.5ന്റെ വാല്യൂ -0.75 എന്ന് കിട്ടും. ഓക്കെ, മെഷീൻ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, സോ ആൻസർ ഷീറ്റിൽ ഇതിൽ വേറെ പ്രത്യേകിച്ച് രേഖപ്പെടുത്താനൊന്നുമില്ല. ജസ്റ്റ് ആ കിട്ടിയ വാല്യൂ അങ്ങ് എഴുതുക. സൈൻ 2.5 ആണെങ്കിൽ 0.6, കോസ് ആണെങ്കിൽ ഈ വാല്യൂ ആണ്, ടാൻ ആണെങ്കിൽ ഇപ്പൊ കിട്ടി -0.75. ഇനി അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്, 1 മാർക്കേ ഉള്ളൂ, കാരണം വളരെ സിമ്പിൾ ആണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6. സെറ്റ് ദ ഫംഗ്ഷൻ ആസ് 1/x² - 4. നമ്മുടെ ആ ഫംഗ്ഷൻ മെഷീനിൽ ഫംഗ്ഷൻ 1/x² - 4 എന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് അത് ടൈപ്പ് ചെയ്യുന്നത്, 1/ ബ്രാക്കറ്റ് കൊടുത്തിട്ട് x² - 4 എന്ന് കൊടുക്കുക. x², x ഷിഫ്റ്റ് ക്യാപ്പ് 2, x² then -4, എന്റർ. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ എന്തായി കഴിഞ്ഞു, 1/x² - 4. അടുത്ത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, എഡിറ്റ് ദ ഫംഗ്ഷൻ ആസ് 1/x² - 1, ചേഞ്ച് ദ വാല്യൂ ഓഫ് എക്സ് ടു 2. എക്സിന് പകരം എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എക്സിന് എന്താണ് കൊടുക്കേണ്ടത്, 2. എന്റർ, 2 വന്നു കഴിഞ്ഞു. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഫംഗ്ഷൻ 1/x² - 4 എന്ന് കൊടുത്തു, എക്സിന് 2 കൊടുക്കുക. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതുവരെ ഗ്രീൻ ലൈറ്റ് കത്തിയതിന് പകരം ഇപ്പോൾ റെഡ് ലൈറ്റ് കത്തുന്നു. ആൻസർ എന്ത് വരും, ഇൻഫിനിറ്റി അഥവാ നോട്ട് ഡിഫൈൻഡ് എന്നാണ് വന്നത്. എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ,
ഒബ്സർവ് ദാറ്റ് ദ ബ്ലിങ്കിങ് ലൈറ്റ് ടേൺസ് റെഡ് അല്ലെ, ആ ബ്ലിങ്കിങ് ലൈറ്റ് റെഡ് കളർ ആയത് നമ്മൾ മനസ്സിലായി. റൈറ്റ് ദ റീസൺ, എന്തുകൊണ്ട്? എക്സിന് ഞാൻ ഇവിടെ 2 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1/0 വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് x = 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ റീസൺ. സോ റീസൺ എന്ന് പറയുമ്പോൾ അവിടെ എന്തെഴുതി കൊടുക്കണം? ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് x = എന്താണ്? 2. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതേ ഫംഗ്ഷനിൽ ഇതുപോലെ റെഡ് ലൈറ്റ് കത്തണമെങ്കിൽ മറ്റൊരു വാല്യൂ കൊടുക്കാൻ സാധിക്കണം. ആ വാല്യൂ എന്തായിരിക്കും? റൈറ്റ് അനദർ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ലൈറ്റ് ബ്ലിങ്സ് ഇൻ റെഡ്. ഇവിടെ 2 കൊടുത്തപ്പോൾ റെഡ് കളറിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു. അതുപോലെ വേറെ ഏത് നമ്പർ കൊടുത്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അതായത് ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആകുന്ന മറ്റൊരു പോയിന്റ് x = 2 ആയപ്പോൾ താഴെ 0. ഇനി എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ താഴെ 0 കിട്ടും? ഇവിടെ എക്സിന് -2 കൊടുക്ക്. -2ന്റെ സ്ക്വയർ +4 അല്ലേ? 4 - 4 0 കിട്ടും. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ എന്താണ്? -2. ഇത്രയും എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ലാബ് 1ലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. നിങ്ങൾക്ക് 14 മാർക്ക് കിട്ടും. ഇത് കഴിഞ്ഞ വർഷമാണ്. ഈ വർഷമാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കാണില്ല, എണ്ണം കുറവായിരിക്കും, 8 മാർക്കായിരിക്കും. ഒരു ലാബിൽ പകുതി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഒരു ലാബ് ആൻസർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം, എങ്കിലേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. സോ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ലാബ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. ഈ വർഷവും എല്ലാ കുട്ടികളും ലാബ് 1 ആൻസർ ചെയ്യണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാബാണ്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. 8 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ ലാബ് 2ന്റെ സൊല്യൂഷൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.